വൈറ്റ് ഹൗസിലെ ഉരസലിൽ ഖേദം പ്രകടിപ്പിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ താൻ തയ്യാറാണെന്നും കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താൽപ്പര്യം ഉണ്ടെന്നും അദ്ദേഹം എക്സിലെ പോസ്റ്റിൽ കുറിച്ചു. റഷ്യ തയ്യാറാണെങ്കിൽ ആകാശത്തും കടലിനും അടിയന്തര വെടിനിർത്തലിന് സമ്മതമാണെന്നും അദ്ദേഹം അറിയിച്ചു. അമേരിക്കൻ സൈനിക സഹായം ഇല്ലാതെ സെലൻസ്കിയുടെ നില പരുങ്ങലിലാകുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ നിലപാട് മാറ്റം. US സഹായം തുടർന്നില്ലെങ്കിൽ യുക്രൈന് മാസങ്ങളോ അതിനു മുമ്പോ റഷ്യയ്ക്ക് അടിയറവ് പറയേണ്ടി വരുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അവസാനമില്ലാത്ത യുദ്ധം ഞങ്ങൾക്ക് ആർക്കും വേണ്ട. മധ്യസ്ഥ ചർച്ചയ്ക്ക് വരാനും എത്രയും വേഗം സ്ഥായിയായ സമാധാനം കൈവരിക്കാനും യുക്രൈൻ തയ്യാറാണ്. യുക്രൈൻകാരുടെ അത്രയും സമാധാനം കാക്ഷിക്കുന്ന മറ്റൊരു ജനത ഉണ്ടാവില്ല. ഞാനും എൻ്റെ ടീമും പ്രസിഡന്റ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ സന്നദ്ധമാണ്. സ്ഥിരവും സ്ഥായിയുമായ സമാധാനം കിട്ടുമെങ്കിൽ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തടവുകാരെ വിട്ടയക്കലായിരിക്കും ആദ്യഘട്ടം. പിന്നീട് ആകാശത്തെയും മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകൾ, ഊർജ്ജ സ്ഥാപനങ്ങളിലും സാധാരണക്കാരുടെ വീടുകളിലും ബോംബിടൽ എന്നിവ നിർത്തുക. കടലിലെയും വെടിനിർത്തൽ. റഷ്യ അതുപോലെ ചെയ്യുമെങ്കിൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് വളരെ വേഗം സഞ്ചരിക്കാനും US-നൊപ്പം ശക്തമായ അന്തിമ കരാർ ഒപ്പുവയ്ക്കാനും സന്നദ്ധമാണ്. യുക്രൈന്റെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും നിലനിർത്താൻ US ചെയ്ത സഹായത്തെ യുക്രൈൻ വിലമതിക്കുന്നു, സെലൻസ്കി പറഞ്ഞു. വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ വെച്ചുള്ള കൂടിക്കാഴ്ച ഉദ്ദേശിച്ചത് പോലെ ശരിയായില്ല. ആ രീതിയിൽ കാര്യങ്ങൾ കലാശിച്ചത് ഖേദകരമാണ്. കാര്യങ്ങൾ നേരെയാക്കാൻ സമയമായിരിക്കുന്നു, സെലൻസ്കി പറഞ്ഞു. ഭാവി ആശയവിനിമയവും സഹകരണവും ക്രിയാത്മകമായിരിക്കണം. പ്രകൃതി വിഭവ സുരക്ഷാ കരാർ എപ്പോൾ വേണമെങ്കിലും സൗകര്യപ്രദമായ സമയത്ത് ഒപ്പിടാൻ യുക്രൈൻ തയ്യാറാണെന്നും സെലൻസ്കി ആവർത്തിച്ചു. ട്രംപിന്റെ പിണക്കം തീർത്തില്ലെങ്കിൽ പണി പാളുമെന്ന് യുക്രൈൻ പ്രസിഡന്റിന് നന്നായി അറിയാം. അമേരിക്കയുടെ പകരക്കാരനാകാൻ യൂറോപ്പിന് കഴിയുകയുമില്ല. ഈ സാഹചര്യത്തിൽ സെലൻസ്കിക്ക് മുന്നിൽ മറ്റു വഴികളും അവശേഷിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഒരു മാപ്പ് പറച്ചിലിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും അന്ന് ട്രംപിനോട് ചെയ്തത് ശരിയല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സെലൻസ്കി. ഏതൊരു നിമിഷവും തങ്ങൾക്ക് തന്നിരുന്ന സഹായം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ നിർബന്ധമൊന്നും പിടിക്കാതെ സെലൻസ്കി മുന്നോട്ട് വന്ന് ഒരു മാപ്പ് പറച്ചിലിലൂടെ കാര്യങ്ങൾ തീർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെലൻസ്കി ബ്രിട്ടനിലെത്തിയിരുന്നു. ഒരുപക്ഷെ ബ്രിട്ടനുമായുള്ള ചർച്ചയിലായിരിക്കാം അമേരിക്കയുടെ സഹായമില്ലാതെ യുക്രൈന് മുന്നോട്ട് പോകില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സെലൻസ്കി എത്തിയത്.